ബംഗളൂരു ദുരന്തത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിയെന്ന വിമർശനമുയരുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ ബി ദയാനന്ദയെ ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്തതിൽ വ്യാപക വിമർശനവും ഉയരുന്നുണ്ട്. സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാട്ടി പരിപാടി മാറ്റിവെക്കണമെന്ന് പറഞ്ഞ പോലീസ് സേനയാണ് നടപടിക്ക് വിധേയമാക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി കെ ബി ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, നമ്മൾ ഈ ഒരു ദുരന്തം വന്നപ്പോൾ തന്നെ ഏറെ ആശങ്കയും വിഷമവും ഒക്കെ നമുക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു പരിപാടി മാറ്റിവെക്കണമെന്ന് പറഞ്ഞ ആളുകളാണ് പോലീസ് സേന. അപ്പോൾ ഈ ഒരു നടപടി എടുക്കുമ്പോൾ മുഖം രക്ഷിക്കാനായി പോലീസ് സേനയെ തന്നെ സസ്പെൻഡ് ചെയ്തും മറ്റുമൊക്കെ കാര്യങ്ങൾ നടത്തി ഒരു തലയൂരലാണോ ഇവിടെ നടക്കുന്നത് ശ്രീധരൻ? ജയലക്ഷ്മി, തീർച്ചയായിട്ടും വലിയ വിമർശനം സർക്കാർ ഈ മുഖം രക്ഷിക്കൽ നടപടിയിൽ സർക്കാർ നേരിടുന്നുണ്ട്. ഏറ്റവും പ്രധാനം പോലീസാണ് ഈ ദിവസം, അതായത് ഈ ദുരന്തമുണ്ടായ ദിവസം പരിപാടി നടത്തരുത്, അതിൽ പല ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ള ഒരു വിവരം പറയുന്നത്. പക്ഷേ ആ പോലീസിനെ തന്നെ അന്ന് പരിപാടി നടത്തരുത്, അത് കൂടുതൽ അപകടങ്ങൾക്ക് വഴിവെക്കും എന്ന് പറഞ്ഞ ആ ഒരു പോലീസിനെ തന്നെ ഇപ്പോൾ ബലിയാടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് വിമർശനം. IPS അസോസിയേഷനൊക്കെ വലിയ അമർഷത്തിൽ തന്നെയാണുള്ളത്. ഈ വിവരം, അവരുടെ അമർഷം അത് ബന്ധപ്പെട്ടവരെ അറിയിക്കാനൊക്കെ അവർ തീരുമാനിച്ചിട്ടുമുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാനം സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള ബി ദയാനന്ദയുടെ സസ്പെൻഷൻ നടപടിയാണ്. മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം. ഈ ബംഗളൂരു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു സസ്പെൻഷൻ നടപടി വരുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതോടൊപ്പം തന്നെ മറ്റു ഉന്നത ഉദ്യോഗസ്ഥരായിട്ടുള്ള ACP, 2 ACPമാർ, ഒരു DCP, അതുപോലെ തന്നെ ഗവൺമെന്റ് പാർക്ക് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ, ഇങ്ങനെ ഉള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഏതായാലും സർക്കാർ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ആണ് ഈ ഒരു സസ്പെൻഷൻ നടപടി അല്ലെങ്കിൽ മുഖം രക്ഷിക്കാനുള്ള നടപടിയാണ് ചെയ്തിരിക്കുന്നതെന്നുള്ള വിമർശനം അല്ലെങ്കിൽ അമർഷം പോലീസ് സേനയിൽ ചെയ്യുമെന്ന് വിവരമുണ്ടല്ലേ? തീർച്ചയായിട്ടും ഇന്നലെ ക്യാബിനറ്റ് യോഗം വിശദമായി തന്നെ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. അതിൽ തന്നെ ഈ മുഖം രക്ഷിക്കാനുള്ള നടപടികൾ ഉണ്ടാവില്ല, ആരെയും സംരക്ഷിക്കില്ല എന്നുള്ള ഒരു ഉറപ്പാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മന്ത്രിമാർക്ക് നൽകിയത്. മന്ത്രിമാരും നടപടി വേണം എന്നുള്ള ഒരു ആവശ്യം ഈ യോഗത്തിൽ ഉന്നയിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി തന്നെ അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. അതായത് RCB മാനേജ്മെന്റ്, അതുപോലെ തന്നെ ബന്ധപ്പെട്ട കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ, ഈവന്റ് മാനേജ്മെന്റ് കമ്പനി അധികൃതർ, ഇവർക്കെതിരെ വേണ്ടി വന്നാൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാനുള്ള നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഇന്നലത്തെ ക്യാബിനറ്റ് യോഗത്തിൽ പറയുന്നുണ്ട്. തെലങ്കാനയിൽ പുഷ്പ 2 റിലീസുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അപകടത്തിൽ അവിടെ പോലീസ് മുഖം നോക്കാതെ നടപടിയെടുത്തു. അതിൽ ആക്ടർ അല്ലു അർജുനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ പോയിരുന്നു. ഏതായാലും ആ സമാനമായിട്ടുള്ള ഒരു സാഹചര്യം കർണാടകയിൽ ബംഗളൂരുവിൽ നടന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ കൃത്യമായിട്ടുള്ള നടപടി വേണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഈ ക്യാബിനറ്റ് യോഗത്തിൽ മന്ത്രിമാരൊക്കെ ഉന്നയിച്ചത്. നിലവിലേതായാലും പോലീസിനെ സംബന്ധിച്ച് പോലീസ് സേനയ്ക്കുള്ളിൽ വലിയ അമർഷമുണ്ട്. ഈ ഫൈനൽ ദിവസത്തെ വിജയാഘോഷ പരിപാടികൾക്ക് ശേഷം വളരെ ക്ഷീണിതരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് പിറ്റേ ദിവസത്തെ പകലിലുള്ള വിജയാഘോഷ റാലിയിലും സുരക്ഷയ്ക്കായി എത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു തലയൂരൽ നടപടിയാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഒരു വലിയ ദുരന്തമാണ്. 11 പേർക്കാണ് ജീവൻ നഷ്ടമായത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ആ അപകടത്തിൽ. അപ്പോൾ